കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപത്തുള്ള കൂടത്തുംപാറ റോഡ് തകർന്നതിൽ പരാതിയുമായി നാട്ടുകാർ. ടോൾ വെട്ടിക്കുന്നതിനായി നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയാണ് റോഡ് തകരാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു കാറിന് പോകാൻ മാത്രം വീതിയുള്ള റോഡിലൂടെ ധാരാളം വാഹനങ്ങൾ കടന്നുപോകാൻ തുടങ്ങിയതോടെ റോഡിൽ ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടു. അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തമാണ്. റോഡ് തകർന്നതിനെ തുടർന്ന് പൊറുതിമുട്ടിയിരിക്കുകയാണ് കൂടത്തുംപാറ പ്രദേശവാസികൾ. പന്തീരങ്കാവ് ടോൾ വെട്ടിക്കുന്നതിന് ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ കൂടത്തുംപാറ റോഡിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു കാറിന് പോകാൻ മാത്രം വീതിയുള്ള റോഡിലൂടെ ധാരാളം വാഹനങ്ങൾ കടന്നുപോകാൻ തുടങ്ങിയതോടെ റോഡിൽ ആഴത്തിലുള്ള കുഴികളാണ് രൂപപ്പെട്ടത്. കുഴികളിൽ വീഴുന്ന വാഹനങ്ങൾ ഓരോ ദിവസവും കരകയറ്റാൻ മുന്നിട്ടിറങ്ങുന്നതോടെ നാട്ടുകാരുടെ നടുവൊടിയുന്ന സ്ഥിതിയാണ്. കൂടാതെ കാൽനട യാത്രക്കാർക്ക് പോലും ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. കുഴികളിൽ മെറ്റൽ ഉൾപ്പെടെയുള്ള കല്ലുകൾ നിറഞ്ഞതോടെ ഇത് തെറിച്ച അപകടങ്ങളും നിത്യസംഭവമാണ്. കഴിഞ്ഞ ദിവസം കൂടത്തുംപാറയിലെ സ്റ്റേഷനറി കടയിലേക്ക് കുഴിയിൽ ചാടിയ കാർ കയറ്റാനുള്ള ശ്രമത്തിനിടെ വേഗതയിൽ ചക്രങ്ങൾ തിരിഞ്ഞതോടെ കല്ല് തെറിച്ച് റോഡരികിലെ സ്റ്റേഷനറി കടയിലെ ഷെൽഫിന്റെ ചില്ല് തകർന്നു. ഇവിടെ ഉണ്ടായിരുന്ന വനിതാ ജീവനക്കാരി ഓടി മാറിയതുകൊണ്ടാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. 12 മണിക്കാണ് സമയത്താണ് ഞാൻ ഉള്ളിൽ ബിസ്ക്കറ്റ് ഒക്കെ അട്ടിക്ക് വെക്കുന്ന സമയത്താണ് വണ്ടി ഇതിലെ പോകുമ്പോൾ പെട്ടെന്ന് കല്ല് വന്നിങ്ങോട്ട് ഇടിച്ചത്. ഇടിച്ച ശബ്ദം കേട്ടപാടെ തന്നെ ഞാൻ ഓടി. ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ട് ഞാൻ കാറുകാരൻ്റെ അടുത്ത് ചെന്നപ്പം കാറുകാരെ ഞങ്ങളോട് ഇങ്ങോട്ട് ദേഷ്യപ്പെടുക ചെയ്യുന്ന വണ്ടിക്കാർ. അപകടങ്ങൾ നിത്യവും സംഭവിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആഴമുള്ള കുഴികളിൽ മണ്ണും കല്ലും നിറച്ച് കുഴിയടയ്ക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ മഴ തുടങ്ങിയതോടെ ഈ ശ്രമങ്ങളും ദുർബലമാവുകയാണ്. ഇത് ഈ ടോൾ കൊടുക്കാൻ പഠിച്ചിട്ട് ആൾക്കാർ എല്ലാ വാഹനങ്ങളും ഇതിലെ തന്നെയാണ് പോണത്. പിന്നെ ഒരു സമയത്ത് സുഖമില്ലാത്ത ഒരാളാണ് ശിവദാസേട്ടനും കുറെ ആൾക്കാർ കൂടിയിട്ടാണ് ചേക്കുട്ടിക്കാക്ക അവരൊക്കെ കൊണ്ട് തൂർത്ത് ഇതൊക്കെ ഇതാക്കി. പിന്നെ ഇപ്പൊ ഇന്നലെ ഇവിടെ നാട്ടിലുള്ള ആൾക്കാർ കുറെ ആൾക്കാർ കൂടിയിട്ടാണ് വലിയ കഷ്ണം കല്ലും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടത്. അപ്പൊ ഞാനൊക്കെ രാത്രി ഒരു 7 മണി സമയത്ത് പോണ സമയത്താണ് ഈ കുണ്ടിലൊക്കെ ചാടി ഈ വാഹനങ്ങൾ ഇങ്ങനെ ആവുന്ന സമയത്തൊന്നും നമുക്ക് തീരെ നടക്കാൻ പറ്റില്ല. റോഡിന്റെ ദുരവസ്ഥ കാരണം പ്രദേശവാസികൾ വലിയ പ്രതിസന്ധിയിലാണെങ്കിലും അധികൃതർ ഒന്നും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന മട്ടിലാണ്. നിരവധി തവണ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അധികൃതരുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളൊക്കെ പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് മലയാളം, കോഴിക്കോട്.